ദൈവത്തിന് സ്തോത്രം. വീണ്ടും പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ കേൾവിക്കായി കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. I especially thank the Lord for the opportunity that we all could gather together once again. ഇന്ന് പകൽ 3 സെഷനിൽ കൂടി പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് നിങ്ങൾക്ക് കേൾക്കുവാൻ അവസരം ലഭിച്ചു. എംപവർഡ് വർഷിപ്പ്, എംപവർഡ് ചർച്ച്, അവസാനമായി എംപവർഡ് ബൈ ദ ഫെയ്ത്ത്. ഈ വചനങ്ങൾ, ഈ ആലോചനകൾ നമുക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. എന്നാൽ ഇനിയും അടുത്ത് കേൾക്കുവാൻ പോകുന്ന ഇന്ന് വൈകിട്ടത്തെ അല്ലെങ്കിൽ ഇന്നത്തെ ലാസ്റ്റ് സെഷൻ എന്ന് പറയത്തക്കവണ്ണം ആയിരിക്കുന്ന ടോപ്പിക്കാണ് എംപവേർഡ് പ്രയർ. പ്രൈസ് ദ ലോർഡ്. Since I am leading the service, I think this is the best session that you are going to have. Praise the Lord. പ്രാർത്ഥന ജീവിതത്തിൽ എത്രമാത്രം അത്യാവശ്യമാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന സത്യമാണ്. I often heard that prayer is a universal language. എല്ലാ മതസ്ഥരും അവരുടേതായ രീതിയിലും അവരുടെ വിശ്വാസത്തിലും അവരുടെ ദൈവത്തോട് അവർ പ്രാർത്ഥിക്കാറുണ്ട്. പല ദൈവങ്ങളും അവർക്ക് പേര് പറയാമെങ്കിലും ആ പ്രാർത്ഥന കേട്ടിട്ട് മറുപടി പറയാൻ കഴിയാത്ത അനേക ദൈവങ്ങൾ ലോകത്തിലുള്ളപ്പോൾ നമ്മുടെ പ്രത്യേകത, നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. ഹല്ലേലൂയ. പ്രാർത്ഥന കേൾക്കുക മാത്രമല്ല, ആ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുവാനും വിശ്വസ്തനായ ഒരു ദൈവമാണ്. സ്തോത്രം. നിൻ്റെ കഷ്ടകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിച്ച് മഹത്വം എടുക്കാമെന്ന് അരുളിച്ച ദൈവം ഇന്ന് രാത്രിയിലും നമ്മുടെ ബന്ധത്തിലുള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഈ വർഷത്തെ 27th കോൺഫറൻസിൻ്റെ തീയുമായി തിരഞ്ഞെടുക്കുന്ന ടോപ്പിക്കാണല്ലോ എംപവേർഡ് ലൈഫ്. അതിൻ്റെ 6 സെഷനാണ് പ്രത്യേകാൽ അവർ രൂപീകരിച്ചിരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. എംപവേർഡ് വർഷിപ്പ്, എംപവേർഡ് ചർച്ച്, എംപവേർഡ് ഫെയ്ത്ത് ആൻഡ് എംപവേർഡ് പ്രയർ. And tomorrow you're going to hear 2 more sessions, which is empowered the mission and the empowered ministry. ഞാൻ ഓർത്തു 6 എന്നുള്ള നമ്പർ ഒരു മനുഷ്യൻ്റെ സംഖ്യ ആയതുകൊണ്ടായിരിക്കും they probably choose the number 6 sessions for this topic. അതിൻ്റെ ടോപ്പിക് മൂല ഭാഷയിൽ അല്ലെങ്കിൽ കോമൺ തീം എംപവേർഡ് ലൈഫ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് നയിക്കപ്പെട്ട് നടത്തുന്ന ഒരു ജീവിതം ദൈവമക്കൾ ഏറ്റവും ആഗ്രഹിക്കുന്ന അഭിലാഷ്യമായ ഒരു കാര്യമായിരിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും ദൈവസ്ഥനിൽ എത്താതിരിക്കുന്നതിനൊരു കാരണം അതിന് ആത്മശക്തിയുടെ കുറവാണെന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. സ്തോത്രം. ഉദാഹരണമായി കഴിഞ്ഞ മാസം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പുറപ്പെട്ടൊരു വിമാനം 168 പേർ ആ ക്രാഷിൽ മരിച്ചുപോയി. അതിന് പ്രധാന കാരണം പറയുന്നത് അതിൻ്റെ ഫ്യൂവൽ ലൈനിൽ പോകേണ്ടതായത് സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് അതിന് പവറില്ലാതെ പോയി. വിമാനം ഓടിക്കുന്ന ആളിൻ്റെ കുഴപ്പമല്ല, ഓടിക്കാൻ അറിയാത്തവരുമല്ല. എന്നാൽ ആ വിമാനത്തെ മേപ്പോട്ട് പൊക്കുവാൻ, ഉയർത്തുവാൻ ആവശ്യമായിരുന്ന ഫ്യൂവൽ പോകാത്തത് കൊണ്ട്, അതിൻ്റെ ഫ്യൂവൽ പ്രവർത്തനം ഇല്ലാത്തതുകൊണ്ട് ഇറ്റ് ലോസ്റ്റ് ഇസ് എന്ന ഒന്നായിട്ടല്ല നമ്മളിത് കാണേണ്ടത്. Rather, he says, make it a habit. And when the need arises, you will be in practice. Praise the Lord. Hallelujah. C.S. Spurgeon പറഞ്ഞു, if you believe in prayer at all, expect God to hear you. If you don't expect, you will not have. God will not hear you unless you believe he will hear you. But if you believe he will be also good as your faith. That's what C.H. Spurgeon says. വേദപുസ്തകത്തിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട താല്പര്യമുള്ള അല്ലെങ്കിൽ സാധാരണ ഓർക്കുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയാണ്. ദീർഘമായി ഒന്നും പ്രാർത്ഥിച്ചില്ലെങ്കിലും ആ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്നൊരു മറുപടി കിട്ടി. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് പേര് ഓർമ്മ വരും. ഏലിയാവിൻ്റെ പ്രാർത്ഥനയാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയുടെ എഫക്റ്റീവ്നെസ് 2 കാര്യങ്ങളാണെന്ന് പ്രത്യേകം നിങ്ങൾക്ക് ഓർക്കട്ടല്ലോ. ഒന്ന് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലും മറ്റൊന്ന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണയാലും
അവൻ്റെ കൃപയിലും ആശ്രയിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഹല്ലേലൂയ. വചനപ്രകാരമുള്ള പ്രാർത്ഥനയാണ് ദൈവം അംഗീകരിക്കുന്നത്. നിങ്ങൾ വല്ലാതെ യാചിക്കുന്നതുകൊണ്ട് ലഭിക്കുന്നില്ല, സ്തോത്രം. എങ്കിലും ഹല്ലേലൂയ, ചട്ടപ്രകാരം ഓടുന്നില്ല എങ്കിൽ ബിരുദ പ്രാപിക്കുന്നില്ല എന്ന അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പോലെ പ്രാർത്ഥനയിൽ വചനപ്രകാരമായിരിക്കണം പ്രാർത്ഥന. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആ പ്രാർത്ഥന ദൈവം അംഗീകരിക്കും. പ്രാർത്ഥനയുടെ ആത്മാവിൻ്റെ അഭിഷേകത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞാൻ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും. നമ്മുടെ ബുദ്ധി കൊണ്ടൊക്കെ പല കാര്യങ്ങൾ പറയുവാനും ചോദിക്കാനും കഴിയും. എന്നാൽ താൻ പറയുന്ന വാചകം നിങ്ങൾ വായിക്കുന്നു, സ്തോത്രം. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 26-ഉം 27-ഉം വാക്യം, അതുകൊണ്ട് തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണനിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. Praise the Lord. You see the importance of the Holy Spirit and the power of the Spirit in the prayer that we need. Hallelujah. He also keep on saying in the book of Ephesians chapter 6 verse 18, praying always with all prayers and supplication in the Spirit. 1 Thessalonians 5:17, pray without ceasing, do not quench the Spirit. Praise the Lord. Hallelujah. ഇന്ന് നമ്മുടെ മധ്യത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിപ്പാൻ തക്കോണം, ആധികാരികമായി സംസാരിപ്പാൻ തക്കോണം വളരെ പരിജ്ഞാനവും ദൈവവും പ്രാപിച്ച ഒരു യുവ സഹോദരൻ നമ്മുടെ മധ്യത്തിലുള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയ പാസ്റ്റർ വിളിച്ചവരാണ്. ഹി സ്പോക്ക് ടു മീ അബൌട്ട് ഇറ്റ്. കഴിഞ്ഞ മാസം ഞങ്ങളുടെ ഗ്രേറ്റ് ലേക്ക് റീജിയൻ്റെ കോൺഫറൻസ് നടക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചു, നമുക്കൊരു ഗസ്റ്റ് സ്പീക്കറായിട്ട് ആരെ അന്വേഷിക്കണം. പലരുടെ കാര്യം പേര് പറഞ്ഞുവെങ്കിലും പാസ്റ്റർ ജോസ് പറഞ്ഞു, ഈ പ്രിയ സഹോദരൻ്റെ പേര് പറഞ്ഞു അദ്ദേഹത്തിന് വിളിച്ച് ചോദിക്കാൻ അവസരമുണ്ടെങ്കിൽ ഹി വിൽ ബി ഗ്രേറ്റ് എന്ന് പറയുവാൻ ഇടയായി തന്നു. അങ്ങനെയാണ് I became acquainted with him. Praise the Lord. I just say a few words about him, that he's a graduate from the Western Theological Seminary. He's a youth pastor, young conference speaker. He's an associate pastor to Atlanta Christian Assembly, Georgia. We had him as a guest speaker for our regional conference in June 21st, 2025. And it is my utmost extreme honor and privilege to invite him to come and speak to us on the topic of empowered prayer. Please welcome him with a clap offering unto God and say, please come and speak to us. വീണ്ടും വേഗപ്രജനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ ഈ സമയത്ത് സദസ്സിനോട് അറിയിക്കുന്നു. 27ാമത്തെ AGF കോൺഫറൻസിൽ ഇങ്ങനെ ദൈവജനം ശുശ്രൂഷിപ്പാൻ അടിയൻ്റെ ജീവിതത്തിൽ ദൈവം ഒരുക്കിയ ഈ അവസരത്തിനായി സകല മഹത്വവും പുകഴ്ചയും ആദ്യമേ യേശുപ്പാടെ നാമത്തിന് അറിയിക്കുന്നു. ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന, ഞാൻ പുതുത്തുല്യം സ്നേഹിക്കുന്ന പാസ്റ്റർ രാജൻ ഫിലിപ്പ് ഇന്ന് നമ്മുടെ മധ്യത്തിലുണ്ട്. അദ്ദേഹം അവിടെ ഇരിക്കുമ്പോൾ പ്രസംഗിക്കാൻ എനിക്ക് പേടിയാണ്. ഞാൻ ആദ്യമായിട്ട് ഓവർസീസിലൊരു മീറ്റിങ്ങിന് പ്രസംഗിക്കാൻ നമ്മളെ പ്രാർത്ഥിച്ചയക്കുന്നത് പ്രിയ പാസ്റ്റങ്ങളാണ്. അതിനുശേഷമുള്ള എല്ലാ മീറ്റിങ്ങുകൾക്കും പോയാൽ പ്രാർത്ഥിച്ചയക്കുന്നത് ഇത് പാസ്റ്റങ്ങളോട്, പാസ്റ്റർ സൺ പാസ്റ്റർ ലിജു രാജൻ. Also wanted to greet Pastor Wilson Jose and also Rajan Pastor for inviting me, and also wanted to give all the greetings to Pastor John Thomas. അദ്ദേഹം വളരെ കൃത്യമായി സിസ്റ്റമാറ്റിക്കലി ഇങ്ങനെ ഈ മീറ്റിംഗ് ഇവിടെ ക്രമീകരിച്ചുള്ള ഇങ്ങനെ അവസരം തന്നതിൽ കർത്തൃദാസനോടും അതുപോലെ തന്നെ AGF കമ്മിറ്റിയോടുള്ള നന്ദിയെ ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്ന എല്ലാ കണ്ണുകൾ ഒരു ദിവസം നടന്നിരുന്നുണ്ട്. വളരെ ശക്തമായൊരു പ്രഭാഷണം നമ്മൾ ഓൾറെഡി കേട്ട് കഴിഞ്ഞു. ഇനിയുള്ള സമയങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കണം. എത്ര പേർ പ്രാർത്ഥിക്കും, മാനുഷികമായ യാതൊരു ശബ്ദവും എനിക്ക് കേൾക്കണ്ട, മനുഷ്യൻ്റെ ചിന്തയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന യാതൊരു ശബ്ദവും ഇന്നീ സമയത്ത് എനിക്ക് കേൾക്കണ്ട. അങ്ങനെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കണം. പ്രാർത്ഥിക്കാമോ? Can we all stand in the presence? നമുക്ക് ഒരുമിച്ച് കർത്താവിനെ എഴുന്നേറ്റ് നിൽക്കാം. ദൈവമക്കളെ, ദൈവസാന്നിധ്യത്തെക്കാൾ വലുതായി വേറൊന്നുമില്ല. There is nothing greater than the presence of God. There is nothing better than the presence of God. Orakaba shantala makashi torama santeli aragal kamanegas karama shantala makashia
ഈ മീറ്റിങ്ങിന്റെ തുടക്കം മുതൽ പരിശുദ്ധ ആത്മാവ് ഈ സാഞ്ചോരിക്കകത്ത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആർക്കും മൗനമായിട്ടിരിക്കുവാൻ കഴിയത്തില്ല. ഒരതരത്തിൽ പോലും മൗനമായിട്ടിരിക്കുവാൻ കഴിയത്തില്ല. The Spirit of God is moving mightily here in this place. God is going to do greater things in our midst this evening. Korama shantalama kasmini rikama seketelianagal kamanagashmini ralbra katala prabat shantalma kashmini andal prabashiyan kodiyerunne അരികിൽ വരാൻ തിരുപാദത്തിൽ കിടന്നിടുവാൻ കൊതിയേറുന്നേ അരികിൽ വരാൻ തിരുപാദത്തിൽ കിടന്നിടുവാൻ താതന്റെ മാർവല്ലേ ചൂടനിക്ക് താതന്റെ കൈയല്ല തണലനിക്ക് താതന്റെ മാർവല്ലേ ചൂടനിക്ക് താതന്റെ കൈയല്ലേ തണലനിക്ക് കൊതിയേറുന്നേ അരികിൽ വരാൻ തിരുപാദത്തിൽ കിടന്നിടുവാൻ കൊതിയേറുന്നേ അരികിൽ വരാൻ തിരുപാദത്തിൽ കിടന്നിടുവാൻ. ദൈവമക്കളെ, നമുക്കൊരിക്കലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമുണ്ട് കേട്ടോ. നമുക്കൊരിക്കലും സൃഷ്ടിക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല കേട്ടോ, അത് ദൈവസാന്നിധ്യമാണ്. അത് ദൈവസാന്നിധ്യമാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് അത് ഇറങ്ങി വരണമെന്നില്ല. നീ ചിന്തിക്കുന്ന സമയത്ത് ദൈവസാന്നിധ്യം ഇറങ്ങി വരണമെന്നില്ല. നീ പ്രതീക്ഷിക്കാത്ത സമയത്ത്, നീ പ്രതീക്ഷിക്കാത്ത നേരത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ചോദിച്ചാട്ട് അപ്പൊ ആ സാന്നിധ്യം എനിക്കൊന്ന് അനുഭവിക്കണം. ആ സാന്നിധ്യം എനിക്കൊന്ന് കിടക്കണം. Lord, I wanted to sit in that presence. I wanted to get drenched in that presence. I wanted to feel your presence this afternoon, Father. Would you move in our midst? Would you move in our midst? സ്വർഗീയ പിതാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് അടുത്ത് വരുന്നു. ഈ നല്ല സമയത്തിനായി ഞങ്ങളുടെ നാമത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നപ്പ. അങ്ങ് ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വവും പുകഴ്ചയും അങ്ങയുടെ നാമത്തിന് മാത്രം. സകല മഹത്വവും പുകഴ്ചയും യേശുവിന് മാത്രം. ഞങ്ങളോട് സംസാരിക്കണം. അങ്ങ് പറവാൻ ആഗ്രഹിക്കുന്ന ദൂതുകളെ ജനത്തിന് കൊടുക്കണം. മറച്ചു പിടിക്കണം. കരങ്ങളിൽ സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. If you all have your scriptures with you, before you sit down, would you turn with me to the letter that Paul wrote to the church in Ephesus, Ephesians chapter 1, verses 19 onwards. Ephesians chapter 1, verses 19 onwards. എഫേസ്യ ലേഖനം 1:19 മുതൽ നമ്മൾ ഒരുമിച്ച് വായിക്കുവാൻ പോകുകയാണ്. അവിടെ ഇങ്ങനെ വായിക്കുന്നു. I believe you all have reached there. അവിടെ ഇങ്ങനെ വായിക്കുന്നു. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവർ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലത് ഭാഗത്ത് എല്ലാ വാഴ്ചകൾക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽ കീഴായി വെച്ച് അവനെ സർവത്തിനു മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്ന അവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്കും കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. You may be seated. When Pastor asked me to speak from
the subject about empowering prayer. This is the prayer that God has put in my heart. കർത്തൃവചനത്തിൽ ദൈവവചനത്തിൽ ഇതിന് തുല്യമായ വേറൊരു പ്രാർത്ഥന കാണുവാൻ കഴിയുന്നില്ല. ദൈവവചനം അനേക പ്രാർത്ഥനകളാൽ സന്തുഷ്ടമാണ്. We have seen so many prayers in the word of God. നമ്മുടെ രക്ഷിതാവും കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നു. തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്നത് നമ്മൾ കാണുന്നു. ഹന്ന പ്രാർത്ഥിച്ചത് നമ്മൾ കാണുന്നു. ഏലിയാവിന്റെ പ്രാർത്ഥനയെ പറ്റി ദേവദാസൻ സംസാരിച്ചു. ഏലിയാവ് പ്രാർത്ഥിച്ചത് നാം കാണുന്നു. പൗലോസ് പ്രാർത്ഥിക്കുന്ന നാം കാണുന്നു. തൻ്റെ അതിരുകളെ വിസ്താരപ്പെടുത്തണം, അനർത്ഥം വ്യസനകരമായി തീരുന്ന ഒരു യെബേസ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നമ്മൾ കാണുന്നു. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുകയാണ് ദൈവമക്കളെ, ഈ സെക്ഷനിൽ പാസ്റ്ററുകൾ എംപവറിംഗ് പ്രയർ എന്നൊരു ടൈറ്റിൽ, ഒരു സബ്ജക്റ്റ് കൊടുത്തപ്പോൾ ഐ ബിലീവ് ദിസ് ദെയർ ഈസ് സംതിങ് ദാറ്റ് ഈസ് പ്രൊപ്പൽഡ് ഇൻ യുവർ പ്രയർ. നിന്റെ പ്രാർത്ഥനയെ ഫ്യൂവൽ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. നിന്റെ പ്രാർത്ഥനയെ പ്രൊപ്പൽ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. There is something that propels your prayer and that is nothing else than the power of the Holy Spirit. അത് മറ്റൊന്നുമല്ല, അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. പ്രാർത്ഥനയെ മുന്നോട്ട് പ്രൊപ്പൽ ചെയ്യിപ്പിക്കുന്നത്, പ്രാർത്ഥനയെ മുന്നോട്ട് നയിക്കുന്നത് അത് പരിശുദ്ധാത്മാവാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. നമ്മൾ യൂഷ്വലി ഈ അധ്യായം വായിക്കുമ്പോൾ 15-ാമത്തെ വാക്യം മുതലാണ് വായിക്കുന്നത്. സമയമില്ലാത്തതുകൊണ്ട് വേഗത്തിൽ ചുരുക്കി വായിച്ചെന്നേ ഉള്ളൂ. പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ 4 പ്രാർത്ഥനകൾ അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. ഒന്നാമത്തെ പ്രാർത്ഥന, ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെ ആത്മാവിനെ ഞങ്ങൾക്ക് ലഭിക്കണം. അവൻ്റെ വിളിയാനുള്ള ആശ ഇന്നതെന്ന് എനിക്ക് തിരിച്ചറിയണം. മൂന്നാമത്, വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമദാനം ഇന്നതെന്ന് തിരിച്ചറിയണം. 4ാമത് പ്രാർത്ഥിക്കുന്നു, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പത്തെക്കുറിച്ച് മനസ്സിലാക്കണം. 4 പ്രാർത്ഥനകൾ അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നു. അതിൽ അവസാനമായി താൻ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയാണ് നമ്മൾ ഒരുമിച്ച് നോക്കുവാൻ പോകുന്നത്. The first prayer that Paul prayed is for the spirit of wisdom and revelation in knowledge of Christ. And the second prayer that Paul prayed is to know about the calling, the hope of the calling to which God has called him. 3ാമത് താൻ പ്രാർത്ഥിച്ചു riches of the glory of his inheritance, the knowledge in his saints. And lastly, the exceeding greatness of his power toward those who believe. അപ്പോസ്തലൻ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥന ഇങ്ങനെയാണ് അവസാനിപ്പിച്ചത് കേട്ടോ. നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. താൻ ഒത്തിരി സ്നേഹിച്ച, അനേക വർഷങ്ങൾ താൻ സ്ഥാപിച്ച് അവിടെ ജോലി ചെയ്ത എഫെസോസിലുള്ള സഭയ്ക്ക് അപ്പോസ്തലൻ ലേഖനം എഴുതി ഇങ്ങനെ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം പറയാതെ പറയുകയാണ്. 19ാമത്തെ വാക്യം ഒരിക്കൽ കൂടെ ഞാൻ വായിക്കാൻ, വേഴ്സ് 19. അവിടെ അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പറയുമ്പോൾ പൗലോസ് പറയാതെ പറയുകയാണ്, നിങ്ങൾക്ക് ഈ ശക്തിയെ പറ്റി അറിയത്തില്ല. ഞാൻ ഈ പറഞ്ഞ 4 കൂട്ടം കാര്യങ്ങളെ പറ്റി ദൈവസഭയ്ക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വ്യാപരിക്കുന്നൊരു ശക്തിയുണ്ട്, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്നൊരു ശക്തിയുണ്ട്. ആ ശക്തിയെ പറ്റി അറിയുവാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരേ ഒരു ക്രൈറ്റീരിയ മാത്രം, only one criteria, ഒരേ ഒരു ക്രൈറ്റീരിയ മാത്രം കർത്തൃദാസനോട് പറയുകയാണ്. അപ്പോസ്തലൻ ഒരേ ഒരു ക്രൈറ്റീരിയ മാത്രം ആ സ്ഥലത്ത് പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഒരു ശക്തി വ്യാപരിക്കും. There's a power that trades in for people. There's a power that moves in for God's people. ഞാൻ ആ ഭാഗം ഇങ്ങനെ പഠിക്കാൻ ഇടയായി തീർന്നപ്പോൾ ആ പവർ എന്ന വാക്കിന്, ശക്തി എന്ന വാക്കിന് 4 പദങ്ങൾ, 4 different Greek words, 4 ഗ്രീക്ക് പദങ്ങളാണ് അവിടെ അപ്പോസ്തലൻ എഴുതി കൊടുത്തിരിക്കുന്നത്. ഒരു പദമല്ല, 4 different Greek words. കാരണം ശക്തിയുടെ വ്യാപ്തിയെ കാണിക്കാനായിട്ട്, അതിൻ്റെ അളവിനെ കാണിക്കാനായിട്ട് 4 കൂട്ടം വാക്കുകൾ, 4 words that Paul has written to the church in just that one verse to show the magnitude, to show the magnitude in which this power can function. ഈ ശക്തിക്ക് എത്രത്തോളം അധികമായി മുന്നോട്ട് ചലിക്കുവാൻ കഴിയും എന്ന് കാണിക്കാനായിട്ട് 4 കൂട്ടം പദങ്ങൾ അദ്ദേഹം ഉപയോഗിക്കും. ഒന്നാമത് താൻ ഉപയോഗിച്ച പദമാണ് ഡിനാമിസ്. നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ള ഡിനാമിസ് എന്നൊരു പദം താനോട് ഉപയോഗിക്കുന്നു. അത് exceeding greatness of his power. English translation, the exceeding greatness of his power എന്ന് പറഞ്ഞ പവർ എന്ന് പറയുന്ന വാക്കിന് അവിടെ ഡ്യൂനാമിസ് എന്ന അർത്ഥം വരുന്ന ഒരു ഗ്രീക്ക് പദം ഉപയോഗിച്ചിരിക്കുന്നു. It's not actually a power that burst out. പൊട്ടിത്തെറിക്കുന്ന ഒരു ശക്തിയൊന്നുമില്ല, നമ്മൾ അങ്ങനെയാണ് ചിന്തിച്ചിരിക്കുന്നത്. It's a power that burst out. But if you look into that Greek word very carefully, it's a residual power. It's a residual power. The dynamic power or the dynamis power that Paul is talking about is a residual power. That means ശേഷിച്ചിരിക്കുന്ന ഒരു ശക്തി. Or you can say like this, a power that is residing in a place. ഒരു സ്ഥലത്ത് മാത്രം ഇരിക്കുന്ന ശക്തി.
ഒരു സ്ഥലത്ത് മാത്രം ഇരിക്കുന്ന ശക്തി. ഡൈനോമിക്കകത്ത് കാണുന്നുണ്ട്. ഒരു സൈക്കിളിൻ്റെ പണ്ടൊക്കെ സൈക്കിളിന് ഡൈനോമിക് നാട്ടിൽ ഒരു ഡൈനോമിക്കകത്ത് മാത്രം ഒതുങ്ങിയിരിക്കുന്ന, ജസ്റ്റ് ഇൻ വൺ ലിറ്റിൽ പ്ലേസ്, എ പവർ ദാറ്റ് റിസൈഡ്സ് ഇൻ വൺ പ്ലേസ്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് 12 വർഷം രക്തസ്രാവമുള്ള സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിന് തൊങ്ങൽ തൊട്ടപ്പോൾ God is saying that power went out from him. എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് യേശു കർത്താവ് പറയുന്നു. Power went out from me. Let me tell you, church, ഒരു സ്ഥലത്ത് മാത്രം നിന്ന ശക്തി, a power that was in one place. യേശുവിന്റെ ശരീരത്തിലെ ശക്തി അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിലേക്ക് തൊട്ടപ്പോൾ ശക്തി പുറപ്പെടുവിച്ച ആ സൗഖ്യം ഉണ്ടാകുവാൻ ഇടയായിത്തീർന്നു. Therefore, this power that I'm talking about, this power that you and I carry is a supernatural power. ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മൾ ചുമക്കുന്ന ഈ ശക്തി, നമ്മൾ വഹിക്കുന്ന ഈ ശക്തി, it's a supernatural power that can heal. പാസ്റ്ററുകൾ ഇവിടെ ആദ്യം പ്രസംഗിച്ചു കഴിഞ്ഞ് നിൽക്കാൻ നേരത്തെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഐ ബിലീവ് ഹീലിംഗ് ഹാസ് ടേക്കൻ പ്ലേസ് ഓൾറെഡി. ഞാൻ വിശ്വസിക്കുന്നു. എത്ര പേർ വിശ്വസിക്കണമെന്ന് എനിക്കറിയത്തില്ല. ഞാനിത് വിശ്വസിക്കുന്നു. ഞാൻ അത്ഭുതത്തിൽ ഇന്നും വിശ്വസിക്കുന്നു, പ്രവചനത്തിൽ വിശ്വസിക്കുന്നു, ദൈവശക്തിയുടെ പ്രവർത്തനത്തിൽ വിശ്വസിക്കുന്നു. But everything in order to the scriptures. എല്ലാം വചനത്തിന്റെ അടിസ്ഥാനത്തിൽ, എല്ലാം വചനത്തിന്റെ അടിസ്ഥാനത്തിൽ. A power that was in just one place. ലൂക്കോസ് 8:46 നമ്മളത് കണ്ടത്. യേശുവിനെ തൊട്ടപ്പോൾ he said, I perceive power going out from me. എന്നിൽ നിന്ന് ശക്തി പുറപ്പെടുവിച്ചു പോകുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. രണ്ടാമത്, ഞാൻ വേഗത്തിൽ പോട്ടെ, രണ്ടാമത് ശക്തിക്ക് അവിടെ കൊടുത്തിരിക്കുന്ന പദമാണ് energeia. Energeia. The first word that was used was dynamis. Dynamis എന്ന പദമാണ് ഏറ്റവും ആദ്യം ഉപയോഗിച്ചത്. രണ്ടാമത് പവർ എന്ന് അവിടെ ഉപയോഗിച്ച വേർഡാണ് energeia. അതിൻ്റെ ലിറ്ററൽ ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ് കേട്ടോ, എ വർക്കിംഗ് പവർ. എ വർക്കിംഗ് പവർ. നമ്മൾ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ വർക്കിംഗ് എന്ന പദത്തിനാണ് എനർജിയ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. And it's an energizing power. It's an effectual power. നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി, it's a power that energizes. നിന്നെ തളർത്തുന്ന ശക്തിയാണ് നിന്നിൽ വ്യാപരിക്കുന്നത്. It's a power that energizes. നോക്കണേ, പരിശുദ്ധാത്മാവിൽ അപ്പോസ്തലൻ ഇങ്ങനെ പറയുകയാണ്, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ പവർ, ഇറ്റ്സ് എ പവർ ദാറ്റ് എനർജൈസസ്. ഞാൻ ഇങ്ങനെ ആ വാക്യം കുറച്ചേറെ ഒന്ന് പഠിച്ചു കഴിഞ്ഞപ്പോൾ ദ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ is very good. Can somebody put verse 19, the English translation for that? I also pray that you will understand the incredible greatness of God's power for those who believe in him. അതിന് മുമ്പത്തുള്ള വാക്യത്തിൽ exceeding great power എന്നുണ്ട്. exceeding great power, right? So great power can be replaced. Are you following me, church? Great power can be replaced. വലിയ ശക്തിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റി നിർത്താൻ പറ്റും. എപ്പോഴാ? വേറെ ഒരു വലിയ ശക്തി വരുമ്പോൾ. മനസ്സിലാവുന്നുണ്ടോ? Great power can be replaced when another great power comes. വേറൊരു വലിയ ശക്തി വരുമ്പോൾ അതിനെ മാറ്റി നിർത്തുവാൻ കഴിയും. എന്നാൽ കർത്താവ് പറയാണ്, പരിശുദ്ധ ആത്മാവിൽ പൗലോസ് എഴുതുകയാണ്, there is an exceeding power, exceeding great power. That means ഒരിക്കലും റിപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ശക്തി, ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ശക്തി. വേറെ എത്ര വലിയ ശക്തികൾ ഉയർന്നാലും ഈ ശക്തിയെ റിപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. വേറെ എത്ര വലിയ പവർ ജനറേറ്റ് ചെയ്താലും ഈ പവറിനെ മാറ്റി നിർത്താൻ കഴിയത്തില്ല. വേഗത്തിൽ പോട്ടെ. മൂന്നാമത് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു. മൂന്നാമത് ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് ഇറ്റ്സ് എ വേർഡ് കോൾഡ് ഇസ്കൂസ്. ഇസ്കൂസ് എന്നൊരു ഗ്രീക്ക് പദമാണ് പവറിന് മൂന്നാമതോട് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനൊരു പ്രത്യേകതയുണ്ട്. You have to be very careful. Listen to me very careful on this thing, okay? ഇസ്കൂസ് എന്ന പദം, ആ പദത്തിന്റെ അർത്ഥം endowed power. Can somebody say endowed power? Nobody said, oh my gosh. Endowed power, yes. Endowed power. Excuse എന്ന വാക്കിന്റെ അർത്ഥം അവിടെ പറഞ്ഞിരിക്കുന്നത് ഇറ്റ്സ് an endowed power or ability. അതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ നോക്കിയപ്പോൾ ഇങ്ങനെ മനസ്സിലായത്, നൽകപ്പെട്ട ശക്തി. ഇഷ്ടപ്പെട്ടില്ല? നൽകപ്പെട്ട ശക്തി, നൽകപ്പെട്ട ശക്തി. അതുകൊണ്ടാണ് പൗലോസ് എഫേഷ്യൻസ് chapter 6 verses 10 ഇങ്ങനെ പറയുന്നത്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. കാരണം ഇത് നൽകപ്പെട്ട ശക്തിയാണ്. When I say it's an endowed power, ഇത് നൽകപ്പെട്ട ശക്തിയാണെന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ പറയാതെ പറയുകയാണ്, ഈ ശക്തിക്കാരുണ്ട്, ഒരു ഓണറുണ്ട്.
കേട്ടില്ല. When I say this is an endowed power, I'm saying that there is an honor and ownership for this power. ഈ ശക്തിക്ക് ഒരു ഓണർ ഉണ്ട്, ഈ ശക്തിക്ക് ഒരു ഓണർഷിപ്പ് ഉണ്ട്. ഇത് നിന്റെ ശക്തിയല്ലെന്ന് പൗലോസ് പറയുന്നു. This is not your power. When you go and cast demons out, don't you say that I cast demons out with my power. എൻ്റെ ശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല പറയുന്നത്. അവൻ്റെ ശക്തി കൊണ്ട്, അവൻ്റെ ശക്തി കൊണ്ട്. It's an endowed power. നൽകപ്പെട്ട ശക്തി, ഗിഫ്റ്റായിട്ട് ലഭിച്ച ശക്തി. Therefore there's an honor and ownership for this power. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് ഒന്നുകൂടി വരുവാണ്. When I say there's an honor and ownership to this power, when this power was not generating, ഈ ശക്തി ഉളവാകാതെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ശക്തി വെളിപ്പെടാതെ ഇരിക്കുമ്പോൾ, നമ്മളിതിനെ ആർട്ടിഫിഷ്യലി ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. എല്ലാവരോട് പിണങ്ങി. ഈ ശക്തി വെളിപ്പെടാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ദൈവശക്തി വെളിപ്പെടാതിരിക്കുമ്പോൾ, what we will do, we will artificially try to create this power. How many of you agree with me? വേറൊരു കാര്യമുണ്ട്, ഈ ശക്തി ആർട്ടിഫിഷ്യലി ജനറേറ്റ് ചെയ്യുമ്പോണ്ടല്ലോ, those who have Holy Spirit, പരിശുദ്ധാത്മാവുള്ള ആൾക്ക് മനസ്സിലാകും ഇത് ആർട്ടിഫിഷ്യൽ ജനറേറ്റ് ആയതാണ്. മനസ്സിലായില്ല? ഈ ശക്തി നമ്മൾ ആർട്ടിഫിഷ്യലി ഇവിടെ ഞാൻ പുറത്തേക്ക്, മാനുഷികമായി പുറത്തേക്ക് വിടുമ്പോൾ, പരിശുദ്ധ ആത്മാവകത്ത് വ്യക്തമായിട്ടുള്ള പുള്ളിക്ക് സെൻസ് ചെയ്യാൻ പറ്റും. This is not the real presence. This is not the real spirit. ഇത് ശരിക്കുള്ള ആത്മാവല്ല. അപ്പോൾ നിങ്ങൾ പറയും, പാസ്റ്റർമാരെ നിങ്ങളെല്ലാം ഫ്രണ്ടിൽ നിന്ന് ഭയങ്കര കൈയടിയായിരുന്നല്ലോ. ഇപ്പോൾ നമ്മുടെ ക്യാമറ ഇങ്ങോട്ടൊന്നും അച്ഛനോട് ഇല്ലാത്തതുകൊണ്ട് അച്ഛൻ ഇങ്ങനെ പോകല്ലേ നമ്മളെ കൊണ്ട്. അച്ഛൻ ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ എല്ലാവരെയും കാണിക്കും. അപ്പോൾ ഞങ്ങൾ കൈയടിക്കാതിരിക്കുന്നത് എങ്ങനെ? മനസ്സിലായില്ല? അദ്ദേഹത്തിന് ജോലി വളരെ വ്യക്തമായിട്ട് ചെയ്യും. അദ്ദേഹം ഇങ്ങനെ ക്യാമറ പിടിച്ചിട്ട് ഓടും. അപ്പോഴത്തേക്ക് നമ്മൾ കൈ അടിച്ചില്ലെങ്കിലും അടിച്ചു പോകും. കാരണം എന്നെ ഇതിനകത്ത് കാണിക്കുക. ഞാൻ ഇന്നലെ സ്റ്റാൻലിങ്ങളുടെ അടുത്ത് എഴുതി, എന്നെ ഒത്തിരി പ്രാവശ്യം കാണിച്ചു. അതിൻ്റെ അകത്ത് ക്യാമറയും കൊണ്ട് ഇങ്ങനെ പോവാണേ. അപ്പം ഈ ശക്തി ആർട്ടിഫിഷ്യലി ജനറേറ്റ് ചെയ്താലും അറിയാതെ നമ്മൾ കൈ അടിക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ മനസ്സിൽ പറയും, എൻ്റെ അപ്പനെ ആ ക്യാമറ ഇല്ലായിരുന്നെങ്കിൽ അടിക്കത്തില്ലായിരുന്നു, അല്ലേ? ആ ക്യാമറ ഇല്ലായിരുന്നെങ്കിൽ അടിക്കത്തില്ലായിരുന്നു. ഞാൻ ആത്മാവിൽ നിന്ന് സഭയോട് വിളിച്ചു പറയണം കേട്ടോ, ആർട്ടിഫിഷ്യലി എവിടെ ആർട്ടിഫിഷ്യലി എന്തൊക്കെ ചെയ്താലും അകത്ത് പരിശുദ്ധാത്മാവുള്ളവന് മനസ്സിലാകും ഇത് ശരിക്കുള്ള ശക്തിയല്ലെന്ന്. നിങ്ങളതിനോട് ക്ഷമിക്കണം, നിങ്ങളാരും ചിന്തിക്കല്ലോ ഒരു പയ്യൻ വന്ന് വെട്ടുവാണ്. ഒന്നുമല്ല. ഐ ബിലീവ് ഇൻ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഞാൻ വിശ്വസിക്കുന്നു, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു. But I don't believe in counterfeit revivals. I don't believe in counterfeit Holy Spirit. There is a real fire of God. There's a real power of God. Shalabakatala rakatala makasiya. ലൈവ് പോകുന്ന നമുക്ക് ഒത്തിരി കാര്യം പറയാൻ പറ്റത്തില്ല. ഞാൻ ഒരു ചർച്ചിൽ ഒരു മീറ്റിംഗ് ഞാൻ ഇങ്ങനെ മൗനമായിട്ട് ഒരു കാരാച്ചു. Are you following me? അപ്പൊ ആത്മാവ് ശരിക്ക് ചലിച്ചാലും ഇല്ലെങ്കിലും നീ ഇത് പറഞ്ഞില്ല, നീ ആ കാറ്റഗറിക്കകത്ത് ഇട്ട് കഴിഞ്ഞിട്ട് ഓൾറെഡി. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. ഇനി ആരെന്തൊക്കെ പറഞ്ഞാലും ഇല്ലെങ്കിലും അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. The reason is this, my brethren. For every original thing there is a duplicate. എല്ലാ നല്ല കാര്യത്തിലും ഡ്യൂപ്ലിക്കേറ്റ് സാധനമുണ്ട്. നല്ല പരിശുദ്ധ ആത്മാവിന് ഡ്യൂപ്ലിക്കേറ്റഡ് സാധനം ഇറങ്ങുന്നുണ്ട്. But we have to understand. ഞാൻ ആദ്യം ഈ വാക്യം വായിച്ചപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു വാക്യം അറിഞ്ഞുകൊണ്ട് വായിക്കാതെ വിട്ടു. നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട്. അതാണ് ഇതിൻ്റെ കോറായിട്ടുള്ള കാര്യം. അതാണ് നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം. Let me tell you, church, this power, ഈ ശക്തിയെ മനസ്സിലാക്കണമെങ്കിൽ ഇത് പ്രകാശിക്കണം. ഇത് പ്രകാശിക്കാതെ ശക്തിയെ മനസ്സിലാക്കാൻ പറ്റത്തില്ല.
ഇത് നൽകപ്പെട്ട ശക്തിയാണ്. There is an honor to this power. There is an ownership for this power. Therefore we are accountable. Therefore we are accountable for the power that God has given us. നാലാമതായി ശക്തിക്ക് പവറിനോട് ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് kratos, which means an authoritative or a dominion power. Authoritative or a dominion power. അർത്ഥാൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തി സകല ശക്തിക്ക് മീതെ ആധിപത്യം ചെലുത്തുന്ന ശക്തിയാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ചലിക്കുന്ന ശക്തി സകല ശക്തികൾക്ക് മീതെ ആധിപത്യം ചെലുത്തുന്ന ശക്തിയാണ്. അർത്ഥാൽ ഈ ശക്തിയുടെ മുകളിൽ ആധിപത്യം ചെയ്യുവാൻ there is no other power in this world that will have dominion over this real power of God that I'm talking about. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട് കേട്ടോ. ഇത്രയും ആഴമായ മർമ്മങ്ങൾ പൗലോസോട് പറഞ്ഞിട്ട് പവറിനെ പറ്റിയുള്ള നാല് വാക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം വേഴ്സ് 20 ഇങ്ങനെ പറയുന്നു, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിലിരിച്ചിരിക്കുന്നു, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. Think with me on this, church. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. എൻ്റെ ഒറ്റ ചോദ്യമുള്ളായിരുന്നു കേട്ടോ. When Paul was writing about this, പൗലോസ് ഈ ശക്തിയെ പറ്റി എഴുതിയപ്പോൾ എന്തുകൊണ്ട് വേറൊരു ശക്തിയുമായിട്ട് ഇതിനെ താരതമ്യം ചെയ്തില്ല? വേറൊരു ശക്തിയുമായിട്ട് Why don't he just, നമ്മൾ മുമ്പേ പാസ്റ്ററുകൾ ചെങ്കടലിൽ പിളർന്ന കാര്യം പറഞ്ഞു, എന്തുകൊണ്ട് ചെങ്കടലിൽ പിളർന്ന ശക്തിയെ ഡൂമിച്ചില്ല? അല്ലെങ്കിൽ ചെങ്കടലിൽ പിളർന്ന ശക്തിയായിട്ട് എന്തുകൊണ്ട് ഇതിനെ തുലനം ചെയ്തില്ല? ഇതിനെല്ലാം മാറ്റി നിർത്തിയിട്ട് പൗലോസ് പറയാണ്, എന്നിൽ വ്യാപരിക്കുന്ന ശക്തി ഉണ്ടല്ലോ, it is a power that resurrected Christ from death. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ശക്തിയാണ് എന്നിൽ വ്യാപരിക്കുന്നത്. ആ ശക്തിക്ക് തുലനം ചെയ്യുവാൻ വേറെ ഒരു ശക്തിയുമില്ല. ആ ശക്തിയോട് ഈക്വലായിട്ട് നിൽക്കുവാൻ, അതിനോട് ചേർന്ന് നിൽക്കുവാൻ വേറെ ഒരു ശക്തിയുമില്ല. ഉയർപ്പിന്റെ ശക്തിയോട്, പുനരുദ്ധാനത്തിന്റെ ശക്തിയോട് സാദൃശ്യപ്പെടുത്തി അപ്പോസ്തലൻ പറയുന്നു. കാരണം ഉയർപ്പിന്റെ ശക്തിയോട് തുലനം ചെയ്യുവാൻ ഉയർപ്പിന്റെ ശക്തി മാത്രം. പുനരുദ്ധാനത്തിന്റെ ശക്തിയോട് തുലനം ചെയ്യുവാൻ പുനരുദ്ധാനത്തിന്റെ ശക്തി മാത്രം. Let me tell you, church, ഇത് നിന്നെ ഉയർത്തുന്ന ശക്തിയാണ് കേട്ടോ. ഞാൻ ആത്മാവിൽ ജനത്തോട് വിളിച്ചു പറഞ്ഞു, this is a power that resurrects you. ഇത് നിന്നെ ഉയർത്തുന്ന ശക്തിയാണ്. ഇത് നിന്നെ താഴ്ത്തുന്നയോ തളർത്തുന്നയോ ശക്തിയല്ല, ഇത് നിന്നെ ഉയർത്തുന്ന ശക്തിയാണ്. ഇത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഉയർപ്പിന്റെ ശക്തിയാണ്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, കർത്താവേ എന്തുകൊണ്ടാ ഇതിനെ ഉയർപ്പിന്റെ ശക്തിയോട് താരതമ്യം ചെയ്തേ? എന്നിട്ട് ഞാൻ ജസ്റ്റ് നമ്മുടെ തീം വാക്യം ഒന്നെടുത്തേ from the scripture of Matthew. എന്നിട്ട് ഞാൻ ഇങ്ങനെ അതും ഇതൊന്ന് താരതമ്യം ചെയ്ത് നോക്കിയപ്പോൾ അതിനകത്ത് വലിയൊരു കാര്യം നടക്കുന്നുണ്ട്. ഒരു വലിയ ഡിബേറ്റ് നടക്കും. It's all about resurrection. അത് റെസറക്ഷനെ പറ്റിയാ. സാധുക്യ ശക്തികൾ പറയാം, there is no resurrection. There is no resurrection. In Matthew chapter 27, നമുക്ക് വേഗത്തിൽ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 27-ന്റെ 62 മുതൽ 66 വരെ. Matthew chapter 27 verses 62 to 67. ഇങ്ങനെ വായിക്കുന്നു, ഒരിക്കൽ അതെല്ലാം 63 വാക്യം, യജമാനനെ ആ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ 3 നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾ ഓർക്കുന്നു. 63 വാക്യം പറയണേ, യജമാനനെ ആ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ 3 നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർക്കും എന്ന് പറഞ്ഞത് ഞങ്ങൾ ഓർക്കുന്നു. എന്നിട്ട് പറയാം, അതുകൊണ്ട് അത് അടുത്ത വാക്യത്തിൽ പറയാം, അതുകൊണ്ട് അവനെ കല്ലറ വെക്കണം. അതുകൊണ്ട് അവൻ്റെ ശിഷ്യന്മാർ അവനെ മോഷ്ടിച്ചിട്ട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് എന്ന് ജനത്തോട് പറയുകയും ഒടുവിലത്തെ ചതിവ് മുൻപത്തേതിലും വിഷമമായി തീരുകയും ചെയ്യാതിരിക്കേണ്ടതിന് 3-ാം നാൾ വരെ കല്ലറ ഉറപ്പാക്കുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് പറയുകയാണ്, പരീക്ഷന്മാരും മഹാപുരോഹിതൻ മരിച്ചത് പിലാത്തോസിനോട് പറയാണ്, secure the tomb. കാരണം അവൻ പറഞ്ഞിട്ടുണ്ട്, 3-ാമത്തെ നാൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കും, 3-ാമത്തെ നാൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ പിലാത്തോസ് എന്ത് ചെയ്യുന്നറിയോ? He said,
Go and do it. Go and do it. അവർ കല്ലൊക്കെ വെച്ച് സീൽ ചെയ്ത് വെച്ചു. അവർ കല്ലൊക്കെ വെച്ച് സീൽ ചെയ്ത് വെച്ചു. അതെന്തു കാണിക്കുന്നേ? അതും ഒരു ശക്തിയാണ്. അതും ഒരു ശക്തിയാണ്. That's also power. അതും ഒരു ശക്തിയാണ്. അവർ കല്ലറയിൽ കല്ല് വെച്ച് സീൽ ചെയ്ത് വെച്ചു. അതുകൊണ്ട് ഏറ്റവും ആദ്യം പറഞ്ഞത്, when Paul is writing, he says that not just great power, but exceedingly great power. Exceedingly great power. Because a great power can be replaced when another great power comes. അതുകൊണ്ട് അവർ അറിവിലും അവരുടെ ചിന്തയിലും മുദ്ര വെച്ച് കല്ല് വെച്ചു. മുദ്ര വെച്ച് കല്ല് വെച്ചു. എത്രയൊക്കെ ശക്തിയുള്ള മുദ്ര വെച്ചാലും, യെസ്, എത്രയൊക്കെ ഭാരമുള്ള കല്ല് വെച്ചാലും, എത്രയൊക്കെ ശക്തിയുള്ള മുദ്ര വെച്ചാലും, മൂന്നാം നാൾ ഉയർപ്പിന്റെ ശക്തി അവനെ ഉയർപ്പിക്കും. മൂന്നാം നാൾ ഉയർപ്പിന്റെ ശക്തി അവനെ ഉയർപ്പിക്കും. Because it's the power of resurrection. ഇത് ഉയർപ്പിന്റെ ശക്തിയാണ്. ഇന്ന് ആത്മാവിൽ ആരോടും പ്രവചിച്ചിങ്ങനെ പറയുന്നു, ആ ഉയർപ്പിന്റെ ശക്തി, നീ മരിച്ചെന്ന് പറയുന്ന, ഇനി ഇല്ല എന്ന് പറയുന്ന, തീർന്നെന്ന് നീ വിധി എഴുതിയ ചില പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ ആ ഉയർപ്പിന്റെ ശക്തി വ്യാപരിക്കും. The only criteria is this, that you have to believe that God is going to resurrect it. The only criteria is this, you have to believe that God will send his resurrection power to resurrect that. അതിനെ ഉയർപ്പിക്കുവാൻ എൻ്റെ യേശുവിന് കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കണം. പൗലോസ്, നീ എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിച്ചത്? Paul, why did you pray like this? Why did you pray such a special prayer? ഇങ്ങനെ ഒരു സ്പെഷ്യൽ പ്രയർ പൗലോസ് നീ എന്തിനാ പ്രാർത്ഥിച്ചത്? And this is my imagination, okay? This is my imagination. I believe that Paul will say like this. പൗലോസ് ഇങ്ങനെ പറയും, because I am in a battlefield. ഞാനൊരു യുദ്ധക്കളത്തിലാണ്. Not just Paul Church. We all are in a battlefield. We all are in a battlefield. നമ്മളെല്ലാവരും ഒരു യുദ്ധക്കളത്തിലാണ്. And Paul will say, we are in a battlefield. Therefore I pray like this, Lord, give me the knowledge of the surpassing, exceeding power that you have given me. എന്നിൽ നീ പകർന്നിരിക്കുന്ന ആ അതിമഹത്തായ ശക്തിയെക്കുറിച്ച് എനിക്കൊന്ന് വെളിപ്പെടുത്തുക. Let me tell you, church, this is the cream part of the message. Empowered prayer, ശക്തമേറിയ പ്രാർത്ഥന. Empowered prayer is a spirit-led prayer. Empowered prayer is a spirit-led prayer. Empowered prayer, ശക്തിയുള്ള പ്രാർത്ഥന, അത് ആത്മാവിലുള്ള പ്രാർത്ഥനയാണ്. അത് ആത്മാവിൽ ഉള്ള പ്രാർത്ഥനയാണ്. Let's read Ephesians chapter 6 verses 18. എഫേസ്യ ലേഖനം 6:18. Ephesians 6 verses 18. അവർ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു. എങ്ങനെയാണ്? ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായും ജാഗരിച്ചുകൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പി. ഏറ്റവും വലിയ ശക്തമേറിയ പ്രാർത്ഥന 1-ാമത്തെ അധ്യായത്തിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് 6-ാമത്തെ അധ്യായത്തിൽ ഭക്തന് വെളിപ്പാട് കിട്ടി. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ പോരാ. അതുകൊണ്ട് സഭയോട് ആദ്യം പറയുകയാണ്, let your eyes of your hearts be opened because you have to pray in the spirit. നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം. Empowering prayer or empowered prayer is a spirit-led prayer. In spirit എന്ന phrase only in spirit എന്ന phrase രണ്ട് കാര്യത്തോട് അസോസിയേറ്റ് ചെയ്താണ് എഴുതിയിരിക്കുന്നത്. in spirit, ഒന്ന് walk in the spirit, ആത്മാവിൽ നടപ്പിൻ. രണ്ടാമത് pray in spirit, ആത്മാവിൽ പ്രാർത്ഥിപ്പിൻ. Enpenumenati in the original translation, in spirit എന്ന ഭാഗം രണ്ട് കാര്യത്തോട് ചേർന്നാണ് അസോസിയേറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പ്രാർത്ഥനയെ പറ്റി പറയുമ്പോൾ രണ്ടിടത്ത് മാത്രം, only in 2 places. One in Ephesians chapter 6 verses 18 and the other in Jude chapter 1 verses 20. ഈ രണ്ട് സ്ഥലത്തുമാണ് pray in the Holy Spirit, പരിശുദ്ധ ആത്മാവിൽ പ്രാർത്ഥിപ്പീൻ എന്ന് പറയുന്നത്. ഈ രണ്ടിടത്ത് എഫേസ്യർ 6:18 യൂദായുടെ ലേഖനം 1:20. Let me tell you, church, ഇത് പ്രാർത്ഥനയുടെ അടുത്ത തലമാണ്. നമുക്ക് പലപ്പോഴും പരിശുദ്ധ ആത്മാവിനെ അറിയാവുന്നത് അന്യഭാഷകളിലാണ്. അതോടുകൂടി നമ്മൾ that's the maxim
in which we know the Holy Spirit. പരിശുദ്ധാത്മാവിനെ അത്രേ നമുക്ക് അറിയത്തുള്ളൂ. അന്യഭാഷ പറയും, അല്ലെങ്കിൽ ഒന്ന് പ്രവചിക്കും. But there is something beyond that. അതിന് മുകളിൽ ചിലതുണ്ട്. അതുകൊണ്ട് പൗലോസ് പറയാണ്, ആത്മാവിൽ പ്രാർത്ഥിപ്പിൻ. ഇത് പ്രാർത്ഥനയുടെ ഒരു അടുത്ത തലമാണ് കേട്ടോ. നമ്മുടെ ശത്രു ആഗ്രഹിക്കുന്നത് നമ്മളിത് ചെയ്യില്ലെന്നാണ്. This is what the enemy does. God wants us to pray in spirit. ദൈവം ആഗ്രഹിക്കും നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം. പക്ഷെ ശത്രു പറയാണ്, നീ ആത്മാവിൽ പ്രാർത്ഥിക്കരുത്. Because the enemy knows നീ ഈ പ്രാർത്ഥനയുടെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ആ റലത്തിൽ കയറി കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ സ്വർഗം നിനക്ക് വേണ്ടി ചെയ്യും. The enemy knows this. പിശാചിന് എന്തറിയാം? ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി സ്വർഗം ചില കാര്യങ്ങൾ റിലീസ് ചെയ്യുമെന്ന് പിശാചിനറിയാം. പാസ്റ്ററുകൾ മുമ്പ് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, രണ്ട് തരത്തിലുള്ള പ്രാർത്ഥനകൾ, ആത്മാവ് കൊണ്ടുള്ള പ്രാർത്ഥന, ബുദ്ധി കൊണ്ടുള്ള പ്രാർത്ഥന. ഐ ബിലീവ് രാജൻ പാസ്റ്റർ സെഡ് ദാറ്റ്. ആത്മാവ് കൊണ്ടുള്ള പ്രാർത്ഥനയുമുണ്ട്, ബുദ്ധി കൊണ്ടുള്ള പ്രാർത്ഥനയുമുണ്ട്. ഞാനിങ്ങനെ ചിന്തിക്കുന്നത്, ആത്മാവ് കൊണ്ടുള്ള പ്രാർത്ഥന അത് ഭാഷണമല്ല കേട്ടോ. ദിസ് ഇസ് ജസ്റ്റ് മൈ മിയർ എക്സ്പ്ലനേഷൻ. ആത്മാവ് കൊണ്ടുള്ള പ്രാർത്ഥന അത് ഭാഷണമല്ല, അത് വാക്കുകളുടെ അതിപ്രസരമല്ല, അത് ഭാഷാ ശൈലിയുടെ ഒരു നെക്സ്റ്റ് ലെവലല്ല, അത് ഭാഷാ ശുദ്ധിയുടെ ഒരു നെക്സ്റ്റ് ലെവലല്ല. ആത്മാവിലുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് നിന്റെ ശരീരം ക്ഷീണിക്കുമ്പോൾ, നിന്റെ മനസ്സ് തളരുമ്പോൾ, നിന്റെ കരങ്ങളും അതരങ്ങളും ഒന്നും ചലിക്കാൻ കഴിയാതെ വണ്ണം ആയിരിക്കുമ്പോൾ, ആ വലിയൊരു പ്രഷറൈസ്ഡ് സിറ്റുവേഷനിൽ നീ ആയിരിക്കുമ്പോൾ, ആ വേദനയുടെ അകത്തുനിന്നൊരു പ്രാർത്ഥന വരും കേട്ടോ. How many of you prayed like എത്ര പേര് അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്? Yes, I see a lot of hands. I see a lot of hands in this place. ആരോടും പറയാൻ പറ്റാതെ നിന്റെ ഹൃദയം ഞെരുങ്ങി, ഹൃദയം ഇടുങ്ങിയിരിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം? വാക്കുകൾ പുറത്തേക്ക് വരാതെ, നല്ല വാക്കുകൾ പുറത്തേക്ക് വരാതെ നീ വേദനയിലായിരിക്കുമ്പോൾ ആ വേദനയുടെ അകത്തുനിന്ന് ഒരു പ്രാർത്ഥന വരും കേട്ടോ. You will pray out from that pain. You will pray out from that pain. And you will pray in a language that God only knows. ഈ ഒരു പ്രാർത്ഥിക്കും ദൈവത്തിന് മാത്രം മനസ്സിലാകുന്ന ഭാഷയിൽ, ദൈവത്തിന് മാത്രം മനസ്സിലാകുന്ന ഗ്രോണിങ്സിലുള്ള ഒരു പ്രാർത്ഥന, ടങ്സിലുള്ള പ്രാർത്ഥന. എത്ര പേർ വിശ്വസിക്കുന്ന അന്യഭാഷകളിൽ പ്രാർത്ഥിക്കണമെന്ന്? Yes, I believe we all should pray in tongues. We all should pray in tongues. അതാണ് ആത്മാവിലുള്ള പ്രാർത്ഥന, പ്രാർത്ഥനയുടെ അടുത്ത തലം. Where language won't become a barrier. ലാംഗ്വേജ് ഒരു പ്രശ്നമല്ലാതെ ഇരിക്കുമ്പോൾ, മറ്റൊരു കാര്യങ്ങളൊന്നും ഒരു പ്രശ്നമല്ലാതിരിക്കുമ്പോൾ ആത്മാവിൽ നീ പ്രാർത്ഥിക്കും. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ കേട്ടോ, അപ്പോസ്തലർ പ്രവൃത്തികൾ 16:16 നമ്മളിങ്ങനെ കാണിക്കുന്നു. പൗലോസിനെയും ശീലാസിനെയും ആ തെരുവിൽ കൂടി ഇങ്ങനെ വലിച്ചുകൊണ്ട് പോയിട്ട് അവരെ ഡഞ്ചൻ, ആ ജയിലിൻ്റെ അകത്ത് കൊണ്ടിടുമ്പോണ്ടല്ലോ, അവരുടെ കരങ്ങളും കാലുകളെല്ലാം ആമത്തിനകത്തിട്ടിട്ട് കരങ്ങൾ അടിപ്പാൻ കഴിയാതെ ഒന്നും ചലിക്കാതെ ഇരിക്കുമ്പോൾ അവർ ആത്മാവിലൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു കേട്ടോ. ഞാനത് വിശ്വസിക്കുന്നത്. അവർ ആത്മാവിലൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ഇന്ന് ഉച്ചതിരിഞ്ഞ സമയത്ത് എന്നെ കേൾക്കുന്ന ഓഡിയൻസിനോട് ഞാൻ വിളിച്ചു പറയാണ്, എത്ര വലിയ പ്രശ്നമായാലും, എത്ര വലിയ പ്രതിസന്ധിയായാലും നീ ഉള്ളം തകർന്ന ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം ആ പ്രാർത്ഥന കേൾക്കും കേട്ടോ. അത് ഏത് ലാംഗ്വേജ് ആണെന്ന് എനിക്കറിയത്തില്ല. I don't know if it is in English, I don't know if it is in Malayalam, but I know one thing for sure. ദൈവം മനസ്സിലാക്കുന്ന ഒരു ഭാഷയിൽ Rakamana Sakatalama Kasiyar Roll Brokosti Andel Kamana Gashmiri Ril Brakatala Prabata. In the mighty name of Jesus, in the mighty name of Jesus. Karabasiyant Urakamana Kasi Talama Kasiyar. The Spirit of the God is moving mightily here in this place. The Spirit of the God is moving mightily here in this place. ഇതുവരെ നാം അനുഭവിച്ചിട്ടില്ലാത്ത, ഇതുവരെ നാം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത പരിശുദ്ധയാത്മാവിന്റെ ശക്തിയുടെ അടുത്ത റലം ഇന്ന് ഉച്ചതിരിഞ്ഞ സമയത്ത് പരിശുദ്ധയാത്മാവ് ഈ കോൺഫറൻസിന്റെ ഈ ഹാളിൽ തുറക്കുകയാണ് കേട്ടോ. ഇത് കഴിയാൻ നീ കാത്തിരിക്കണ്ട. ഇതിന്റെ അവസാനത്തെ ഞായറാഴ്ച വരെ നീ കാത്തിരിക്കണ്ട. ഇന്ന് നീ വിശ്വസിച്ചു കഴിഞ്ഞാൽ മരിച്ചെന്ന് നീ കരുതിയ, ഇനിയും ജീവിക്കട്ടെന്ന് നീ കരുതിയ, നീ മാറ്റിവെച്ച ചില പ്രാർത്ഥനാ വിഷയങ്ങൾ എന്റെ സ്വർഗത്തിലെ ദൈവം ഉയർപ്പിന്റെ ശക്തിയാൽ പുറത്തു കൊണ്ടുവരും.
Or kama seketele. Roll brakata la prabasiar. Yes. Yes. Korobo shakatal. Let me tell you something. This is an Assemblies of God conference. ഇത് പെന്തക്കോസ്തുകാർ കോൺഫറൻസ് ആണ്. ഇവിടെ നമ്മൾ അന്യഭാഷ പറഞ്ഞില്ലെങ്കിൽ അവർ ചിന്തിക്കത്തുള്ളൂ. This is an Assemblies of God conference. This is a Pentecostal conference. I used to say this in all the places that I go. I'm a very proud Pentecostal. I'm a very proud Pentecostal. നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ മീറ്റിംഗ് കഴിയുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ കർത്താവ് ചെയ്യും കേട്ടോ. ഞാൻ ആത്മാവിൽ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ഹോള് വിട്ട് നീ പുറത്തു പോകുന്നതിന് മുമ്പ്, ഈ ഹോള് വിട്ട് നീ പുറത്തു പോകുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ സ്വർഗത്തിൽ ഒന്നിനെ കൊണ്ട് ചെയ്യും. Yes. Chura baba 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 shandaradha. Karamana bashantala makasya. Rikamana maseketel. Rola masantala makas. Kerama santala regasya. Chara korobo santeleme. Riamba shantelo koromosi. Chura baba baba shandaradha. പൗലോസ് ഇങ്ങനെ 1 കൊരിന്ത്യർ 14:15 ഇങ്ങനെ പറയുന്നു, I will pray with the Spirit and I will also pray with understanding. I will also pray with understanding. Therefore it is very clear. Therefore it is very clear that there is two kind of prayer. If you agree with me or not, there is two kind of prayer. Praying in the Holy Spirit and praying in one's understanding. What is praying in one's understanding? എന്താണത്? ഞാൻ ഇതിനെപ്പറ്റി ഈ വിഷയത്തെ പറ്റി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴല്ലോ വർഷങ്ങളെ എനിക്കൊരു കാര്യം മനസ്സിലായി. അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ ഏറ്റവും നല്ലതായിട്ട് പ്രാർത്ഥിക്കുന്നത് എവിടെയെന്നറിയോ? ഫുഡിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ. സത്യമായിട്ടും നല്ലതായിട്ട് ചില ആൾക്കാർ അവിടെ അങ്ങനെ പ്രാർത്ഥിക്കത്തില്ല. ഏറ്റവും നല്ലതായിട്ട് അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഫുഡിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ. ഞാൻ പണ്ടത്തെ കൺവെൻഷനൊക്കെ ഇങ്ങനെ ഓർക്കുമായിരുന്നു. നമ്മുടെ നാട്ടിലെ കൺവെൻഷനൊക്കെ അവിടുത്തെ മെയിൻ ഇതുപോലെ പ്രിസൈഡ് ചെയ്യുന്ന പാസ്റ്ററുകളുണ്ട്. അതൊക്കെ ഒരു ചെറിയ തുണ്ട് കടലാസും കൊണ്ട് എപ്പോഴും ഇങ്ങനെ നടക്കുന്നതാണ്. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കും. എന്തിനാ അറിയോ? ആരെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാൻ വിളിക്കാനായിട്ടാണ് ഇങ്ങനെ നടന്നത്. അതേ ഓടെ കൂടെ. കാരണം എല്ലാവരും ഇത് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. എല്ലാവരെയും പ്രാർത്ഥിക്കാൻ വിളിക്കാൻ പറ്റും. പിന്നെ അവസാനം അത് നല്ല 2 പേരെ കണ്ടുപിടിക്കും. ആ ഒരു നല്ല സൂപ്പറായിട്ട് പ്രാർത്ഥിക്കും. That's the prayer of understanding, right? That's the prayer of understanding. But this is another realm of prayer. That is a spirit-led prayer where human language doesn't play any role at all. Any role at all. പക്ഷെ നിന്റെ പ്രാർത്ഥനയ്ക്ക് വലിയ സ്ട്രോങ് വൊക്കാബുലറി ഒന്നും ഇല്ലായിരിക്കും കേട്ടോ. വലിയ സ്ട്രോങ് വൊക്കാബുലറി ഒന്നും ഇല്ലായിരിക്കും. നല്ല ഭാഷാ ശൈലി ഒന്നും. ഞാൻ ആക്ച്വലി ഐ വെന്റ് ടു എ ചർച്ച് ഇൻ ന്യൂയോർക്ക് ടു മിനിസ്റ്റർ ഫോർ യൂത്ത് സൺഡേ. ഞാനിങ്ങനെ മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ മെസ്സേജ് കഴിഞ്ഞ് ഐ സെഡ് ദിസ് ഇൻ മൈ ചർച്ച് എ ഫ്യൂ ഡേയ്സ് അഗോ. ഞാൻ മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ചർച്ചിലൊരു ഏറ്റവും പ്രായമുള്ള അപ്പച്ചൻ. I love അപ്പച്ചൻസ് and അമ്മച്ചീസ്. I love them. I love all the ministers of God. They have so much of experience. This അപ്പച്ചൻ ഇങ്ങനെ നടന്നു വരുവാണ്. അതിന് നടക്കാൻ വയ്യ. അതിങ്ങനെ വളരെ ഒത്തിരി സീനിയർ ശുശ്രൂഷകനാണ്. ഒത്തിരി സീനിയർ ശുശ്രൂഷകനാണ്. അതിങ്ങനെ പതുക്കെ നടന്നു വന്നു ഒരു സൂപ്പർ പ്രാർത്ഥന. അങ്ങനൊരു പ്രാർത്ഥന ഞാൻ കേട്ടിട്ടേ ഇല്ല. ഞാൻ എൻ്റെ ഫോൺ എടുത്ത് ആ പ്രാർത്ഥന റെക്കോർഡ് ചെയ്തു. നമ്മുടെ ഫോൺ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ എൻ്റെ ഫോൺ എടുത്ത് ആ പ്രാർത്ഥന റെക്കോർഡ് ചെയ്തു. ഞാൻ ഇപ്പോഴും എൻ്റെ ഫോണിൽ കിടക്കുന്നുണ്ട്. വീട്ടിൽ പോയി അത് കേട്ടു. I know his അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് സണ്ണിനെ എനിക്കറിയാം. ഞാൻ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. Tom, did you listen to that prayer? Tom, did you listen to that prayer? What a wonderful prayer. ദീർഘവർഷം ചർച്ച കൊണ്ട് ഓവർസീരുന്ന പാസ്റ്റർ കെ എം തങ്കച്ചൻ, സ്റ്റാൻലിംഗിൽ നിന്നോ പാസ്റ്റർ കെ എം തങ്കച്ചൻ, അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥന ഞാനിങ്ങനെ ഫോൺ റെക്കോർഡ് ചെയ്ത് വെച്ച് കേൾക്കാനായിട്ട്. Let me tell you, church, there's another realm of prayer. സാത്താന്യ ശക്തികൾ നിന്റെ പ്രാർത്ഥനയെ ഭയക്കുന്ന ഒരു തലമുണ്ട് കേട്ടോ. സാത്താന്യ ശക്തികൾ നിന്റെ പ്രാർത്ഥനയെ ഭയക്കുന്ന ഒരു തലമുണ്ട് കേട്ടോ. നിന്റെ തലമുറ നശിച്ചു പോകുമെന്ന് ലോകം പറയുമ്പോൾ പ്രവാചകനെ നീ പറയും, എന്റെ തലമുറ നശിച്ചു പോകത്തില്ല.
Rokobo roko sikodini. Rilbra katala prabat. Sheketeli aragal kamane. പ്രാർത്ഥിച്ചാട്ട് നമ്മുടെ അമേരിക്കയിലുള്ള എല്ലാ സ്കൂളുകളിലും മുമ്പേ പാസ്റ്റർ ആത്മാവിൽ അങ്ങനെ പ്രാർത്ഥിച്ചു. വിൽസൺ ജോസ് പാസ്റ്റർ ആത്മാവിലൂടെ അങ്ങനെ പ്രാർത്ഥിച്ചു. അമേരിക്കയിലെ എല്ലാ സ്കൂളുകളിലും, കാനഡയിലെ എല്ലാ സ്കൂളുകളിലും ദൈവവിധമല്ലാത്ത ഒരു കാര്യം പോലും പഠിപ്പിക്കാൻ സമ്മതിക്കത്തില്ല. ഒരു പൊളിറ്റിക്കൽ അജണ്ട പോലും നടക്കത്തില്ല. സഭ ഉണർന്നു കഴിഞ്ഞാൽ, നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ, നമ്മൾ ആത്മാവിൽ ശക്തിപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മൾ ആത്മാവിൽ പ്രവചിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല കേട്ടോ. പിശാചിന്റെ ഒരു പരിപാടിയും നടക്കത്തില്ല. സമയം വേഗത്തിൽ പോകുന്നില്ല. Why should I pray in Holy Spirit? എന്തുകൊണ്ട് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം? Because I am in a battlefield. Because I am in a battlefield. Children of God, we have a battle. We have a battle. We are in a battlefield. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. I'm not talking about any kind of gothic fiction. ഞാൻ ഇതുപോലൊരു ചർച്ചിൽ യൂത്ത് മീറ്റിംഗ് പ്രസംഗിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് ഞാൻ പറഞ്ഞു we are in a battlefield. അത് കഴിഞ്ഞപ്പോൾ ഒരു മോനെന്ന് പറയുന്നത് പാസ്റ്ററുകൾ I've only heard about battles and fights like this in gothic fictions, in TVs, in movies. നമ്മുടെ നന്മയ്ക്കെതിരായി ആകാശ മണ്ഡലത്തിൽ നിനക്കെതിരെ ചലിക്കുന്നൊരു ശക്തിയുണ്ട് കേട്ടോ. അതൊരു സത്യമാണ്, അതൊരു സത്യമാണ് കേട്ടോ. നമ്മൾ ബന്ധക്കോസിന് ഇത്രയും കാലം കഴിഞ്ഞു, ഓൾമോസ്റ്റ് 100 years ആകാൻ പോകുന്നു. നമ്മൾ അതിപ്പോൾ പ്രസംഗിക്കുന്നില്ല. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ആകാശ മണ്ഡലത്തിൽ നിനക്ക് വിരോധമായി ചലിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എന്നാൽ ആത്മാവിൽ നീ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ, ആത്മാവിൽ നീ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ, hey come on somebody, this is your time, this is your time. കേവലം ഒരു വാര്യപുരം യോനാഥാനിൽ അവസാനിക്കുന്ന പരിപാടിയല്ല കേട്ടോ ഇത്. കേവലം ഒരു പ്രൊഫറ്റിൽ അവസാനിക്കുന്ന പരിപാടിയല്ല കേട്ടോ ഇത്. ജേജോൺ പാസ്റ്റർ നമ്മുടെ മധ്യത്തിലുണ്ട്. കേവലം ഒരാളിൽ അവസാനിക്കുന്ന പരിപാടിയല്ല കേട്ടോ. നീ ആത്മാവിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, ഈ കോൺഫറൻസ് ഇവിടെ അവസാനിക്കുന്നതിന് മുമ്പ് നമ്മുടെ യുവാക്കൾ മുന്നിൽ വന്ന് പ്രവചിക്കും, നമ്മുടെ യുവതികൾ മുന്നിൽ വന്ന് പ്രവചിക്കും. അത് നടക്കും കേട്ടോ, അത് നടക്കും. It won't end with one preacher. It won't end with one generation. ഇത് തുടങ്ങിയപ്പോൾ അവരങ്ങനെ പറഞ്ഞത് കേട്ടോ. പെന്തക്കോസ്ത് തുടങ്ങിയപ്പോൾ അവരങ്ങനെ പറഞ്ഞത്, ഇത് ഒരു ജനറേഷൻ കൊണ്ട് അവസാനിക്കും. എത്രയോ ജനറേഷൻ കഴിഞ്ഞു, എത്രയോ ജനറേഷൻ കഴിഞ്ഞു. ഞാൻ ഇവിടെ ആൻറ്റിയുടെ മാമി പ്രസംഗിക്കുന്നത് ഞാൻ യൂട്യൂബിൽ ലൈവായിട്ട് കണ്ടിട്ടുണ്ട്. It won't end with one generation കേട്ടോ. This is a generational movement. ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ് AG ചർച്ചിനോട്. ഇത് തലമുറകളുടെ മൂവ്മെന്റ് ആണ്, ഇത് തലമുറകളുടെ മൂവ്മെന്റ് ആണ്. നാളെ നിങ്ങൾ കസാരയിൽ ഇരിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഇത് അവസാനിക്കത്തില്ല. ഇത് അവസാനിക്കാൻ പിശാച് അശ്രാന്ത പരിശ്രമം നടത്തി. കാൽവറി മുതൽ ഇന്ന് വരെ അശ്രാന്ത പരിശ്രമം നടത്തി. അവൻ ഇന്ന് എൻ്റെ കാൽ കീഴിൽ ചതഞ്ഞിരിക്കുകയാണ്. കർത്താവിനോട് പറഞ്ഞ സമാധാനത്തിന് വേഗത്തിൽ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിൽ ചതച്ചു കളയുമെന്നാണ്. When you pray in the Spirit, church, when you pray in the Spirit, the enemy cannot understand it. That's the second thing. The first thing, why I should pray in the Spirit. Because I'm in a battlefield. The second thing, why I should pray in the Spirit. Because the enemy cannot understand it. പിശാചിന് ഇത് മനസ്സിലാകത്തില്ല, ഇത് മനസ്സിലാകത്തില്ല. This is an area that he can't access. This is an area that he can't access. I don't know if it's theologically right to say this, but I believe this is an area that he can't access. And lastly, when you pray in the Spirit, Christ will be glorified. When you pray in the Spirit, Christ will be glorified. Can I have the worship team on the stage? My time is almost 10 minutes ബാക്കിയുണ്ട്. When we pray in the Holy Spirit, Christ will be glorified. Christ will be glorified when we pray in the Spirit. നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ക്രിസ്തു മഹത്വീകരിക്കപ്പെടും കേട്ടോ.
ക്രിസ്തു മൗഢീകരിക്കപ്പെടും. ആത്മാവിൽ സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ Christ will be glorified, because this is a prayer that Christ glorifies. Karama sakatala shalbra katala prabasya rekemene me shantele mene sianta. Yes, yes, yes. This is a movement, church. ഇതൊരു പകർച്ചയാണ്, ഇതൊരു മൂവ്മെന്റ് ആണ്. There is freedom in this place for you to worship. There is freedom in this place for you to worship. Come on. Yes, yes. Come on, come on, come on. I didn't ask any of the pastors to come forward. Look at this. All the pastors have come forward. This is a movement. This is a movement. Yes, Pastor, come on. This is a movement. My God is a God of generation. അവൻ തലമുറകളുടെ ദൈവമാണ്. യെസ്, ജീവിക്കുന്ന തലമുറകളുടെ ദൈവം, ജീവിക്കുന്ന തലമുറകളുടെ ദൈവം. ഇന്ന് പ്രസംഗം നടന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ആരാധന നടന്നാൽ മതി. ഇന്ന് പ്രസംഗം നടന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ആത്മാവിൽ പ്രാർത്ഥന നടന്നാൽ മതി, ആത്മാവിൽ പ്രാർത്ഥന മുഴങ്ങിയാൽ മതി. എത്ര മാതാപിതാക്കൾ ഇന്ന് പ്രാർത്ഥിക്കും, എത്ര മാതാപിതാക്കൾ ഇന്ന് പ്രാർത്ഥിക്കും. എന്റെ മകൻ, എന്റെ മകൾ താൻ മുതൽ ഒരു വിശ്വസ്ത പ്രവാചകൻ പ്രാർത്ഥിച്ചേ. Can he prophesy in this place? Can he prophesy in this place, church? ഈ അന്തരീക്ഷത്തിലേക്ക് പ്രവചിക്കാൻ കഴിയുമോ? Can he prophesy in this place? ചൂടധാല ധാരധാല അർത്ഥധാല ബൗളധാല ചൂടവേലി ബൗളവേലി സാരധാല വേലധാല ഹംദധാല ബൗളധാല ചൂടവല വരവ സാന്ദരാധര. എത്ര പേരിന് ആത്മാവിൽ പറയും, നെക്സ്റ്റ് ഇയർ നടക്കുന്ന നമ്മുടെ AG കോൺഫറൻസിന് we will have an overflow room. അടുത്ത വർഷം നടക്കുന്ന AG കോൺഫറൻസിന് നമുക്കൊരു ഓവർഫ്ലോ റൂം ഉണ്ടാവും. എത്ര പേര് പറയും ആത്മാവിൽ? അങ്ങനെ എത്ര പേര് ഇത് പ്രവചിക്കും? ശാന്തരാധര Come on, church. നിന്റെ അകത്ത് കിടക്കുന്ന പ്രവാചകൻ എഴുന്നേൽക്കട്ടെ, നിന്റെ അകത്ത് കിടക്കുന്ന പ്രവാചകൻ എഴുന്നേൽക്കട്ടെ, ഷടകുടഞ്ഞ് എഴുന്നേൽക്കട്ടെ, ഷടകുടഞ്ഞ് എഴുന്നേൽക്കട്ടെ. Come on, come on. Don't be quiet in the presence of God. Don't be quiet in the presence of God. Sharakamana masiyantala, rakamasiyantala. പ്രവാചക, ഈ അസ്ഥികൂട്ടങ്ങൾ ജീവിക്കുമോ? Will this dry bones live? Will this dry bones live? Yes, sir. They will rise up as a generation. They will rise up as an army. ആർക്കും പിടിച്ചു നിർത്താൻ കഴിയാത്ത ഒരു ശക്തിക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും ഒരു പ്രസ്ഥാനത്തിനും പിടിച്ചു നിർത്താൻ കഴിയാത്ത a generation of revival. യേശുവിൻ നാമത്തിൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു. തലമുറകൾ, yes, yes, ഉണർവിന് വേണ്ടി നിൽക്കുന്ന തലമുറകൾ എഴുന്നേൽക്കട്ടെ. Let that be the goal of this conference. ഈ കോൺഫറൻസിന്റെ ഗോളായി തീരട്ടെ ഉണർവ് പ്രസംഗിക്കുന്ന, ഉണർവിനായി കാത്തിരിക്കുന്ന തലമുറകൾ യേശുവിൻ നാമത്തിൽ എഴുന്നേൽക്കട്ടെ. ചുടബലബലബലബ ശാന്തരാധര രാഘവനമ സാന്താലമാനസി കേരമേ കേരമേ സാന്റേരമോ ഓരോകോബോ റോക്കോസികോദിനി കിർബ കാറ്റാല പ്രമാച ശാഖരമകസ്തി ആണ്ടൽ കമാനഗസ്തി റോൾ റോക്കോട്ടോലോസികോദിനി. Pastors, can we go to the midst of these people? ദേവദാസന്മാരെ നമുക്ക് ഒരുമിച്ച് പോയി പ്രാർത്ഥിച്ചാൽ അവർക്ക് വേണ്ടി വേഗത്തിൽ ചെന്നാട്ട് എഴുന്നേൽക്കുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ട്. Yes, we are anointed to do that. Come on, pastors, let's do it. Oh, oh, oh.
ശബലം പ്രബലം. കണ്ണേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആകാരം വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. ഓ കണ്ണേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. പ്രബലം പ്രബലം ആകാരം വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ. കൊടും കാറ്റായി വീശണമേ. ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ. അഗ്നിനാവായി പതിയണമേ. കാറ്റായി വീശണമേ. ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ. ആത്മാവിൽ നിറയണമേ. ഓ അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ. ആത്മാവിൽ നിറയണമേ. തീ പോലെ ഇറങ്ങണമേ. അഗ്നിനാവായി പതിയണമേ. കൊടും കാറ്റായി വീശണമേ. ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ. അഗ്നിനാവായി പതിയണമേ. കൊടും കാറ്റായി വീശണമേ. ആത്മനദിയായി ഒഴുകണമേ. അസ്ഥിയുടെ താഴ്വരയിൽ അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ. ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ. ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. തീ പോലെ ഇറങ്ങണമേ. അഗ്നിനാവായി പതിയണമേ. കൊടും കാറ്റായി വീശണമേ. ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ. അഗ്നിനാവായി പതിയണമേ. കൊടും കാറ്റായി വീശണമേ. ആത്മനദിയായി ഒഴുകണം. സീനായ് മലമുകളിൽ സീനായ് മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഓ ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്മേൽ ഇറക്കണമേ. ഓ സീനായ് മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്മേൽ ഇറക്കണം. തീ പോലെ ഇറങ്ങണമേ. അഗ്നിനാവായി പതിയണമേ. കൊടും കാറ്റായി വീശണമേ. ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ. അഗ്നിനാവായി പതിയണമേ. കൊടും കാറ്റായി വീശണമേ. ആത്മനദിയായി ഒഴുകണം. തീ പോലെ ഇറങ്ങണമേ. അഗ്നിനാവായി പതിയണമേ. കൊടും കാറ്റായി വീശണമേ. ആത്മനദിയായി ഒഴുകണം. അസ്ഥിയുടെ താഴ്വരയിൽ അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ. ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ. ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം.
ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയതയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ, ഓ ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി. സ്വർഗീയതയെ, സ്വർഗീയതയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി. ആത്മനദിയായി, ആത്മനദിയായി ഒഴുകി എന്നിൽ നിന്നു വാ, ആത്മശക്തിയായി ഒഴുകി എന്നിൽ നിന്നു വാ, ആത്മനദിയായി ഒഴുകി എന്നിൽ നിന്നു വാ, ആത്മശക്തിയായി ഒഴുകി എന്നിൽ നിന്നു വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. പെന്തക്കോസ്തുനാളിലെ ആ മാളിക മുറി അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ, പെന്തക്കോസ്തുനാളിലെ ആ മാളിക മുറി അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ, അഗ്നിജ്വാല പിളർന്നിറങ്ങി വാ, കാറ്റുപോലെ വീശിയനെ, അഗ്നിജ്വാല പിളർന്നിറങ്ങി വാ, കാറ്റുപോലെ മഴ പോലെ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി. ആത്മശക്തിയെ, ഓ ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയതയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. മക്കളെ, ആത്മാവിൽ ഇങ്ങനെ ഒരു പ്രേരണ കിട്ടുന്നു. നമ്മൾ യൂഷ്വലി ഒരിടത്തും ചെയ്യാത്തതാണ്. Can we all hold our hands together? നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾക്കാരങ്ങളിൽ നിന്ന് പിടിക്കാം. ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിക്കാമോ? അന്യഭാഷകൾ ലഭിച്ചവർ, അന്യഭാഷ വരം ലഭിച്ചവർ അന്യഭാഷകളൊന്ന് പ്രാർത്ഥിക്കാമോ? നിങ്ങൾ കരം ഇങ്ങനെ കോർത്തു പിടിക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ കരങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കോർത്തു പിടിക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കുകയാണ് കേട്ടോ. നരകം ദുഃഖിക്കുകയാണ്. Oh, hell is breaking out there. Korama sakata. Kerama shatala makashi. Yes. നമ്മൾ ഇങ്ങനെ യൂണിറ്റി നിന്നാലുണ്ടല്ലോ, ഈ ടൊറോണ്ടോ പട്ടണം പിടിക്കപ്പെടും കേട്ടോ. പാസ്റ്റർ, ഈ ടൊറോണ്ടോ പട്ടണം പിടിക്കപ്പെടും. യെസ്, പ്രാർത്ഥിച്ചാൽ. യെസ്, യെസ്, ഈ ടൊറോണ്ടോ പട്ടണം പിടിക്കപ്പെടും. യെസ്, നമ്മുടെ സഭകൾക്ക് ആളുകൾ ഇവിടുത്തെ ഒരു ചർച്ച് പോലും എംപ്റ്റി ആയിട്ടിരിക്കത്തില്ല. ഒരു ചർച്ച് പോലും എംപ്റ്റി ആയിട്ടിരിക്കത്തില്ല. എല്ലാ ചർച്ചുകളുടെ ആളുകൾ പ്രാർത്ഥിച്ചാട്ട്, കരങ്ങൾ കോർത്തു പിടിച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ട്, അന്യഭാഷയുടെ ശബ്ദം മുഴങ്ങട്ടെ, അഭിഷേകത്തിന്റെ ശക്തിയോടെ മുഴങ്ങട്ടെ. ഞങ്ങൾ എത്ര പ്രവർത്തിച്ചാൽ, ഞങ്ങൾ എത്ര പ്രസംഗിച്ചാൽ, ഞങ്ങൾ എത്ര പ്രവചിച്ചാൽ ജനത്തെ വിട്ടുതരുന്ന പറയുന്ന വാദം ഇന്ന് ഉച്ചയ്ക്ക് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അറുത്തു മാറ്റുന്നു. Oh, we carry it out in the name of Jesus. We carry it out in the name of Jesus. Oh, നിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ, ആത്മാവിൽ പ്രാർത്ഥനയുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ കാനഡയുടെ ദേശാതിരി മുട്ടുകുത്തുന്നു. യെസ്, കണ്ടാട്ട് 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 ചർച്ച് ധർമ്മ സാധാല ഉറമഖാല പ്രവാസിയാല കേർബോ കോസ്വിയാന കമാനഗസ്വി ഉറാൻ ബ്രഖാല പ്രവച ഷേഖേതല മേനിയാന കമാനഗസ്വി. എത്ര ഭാഷമായി പ്രവചിക്കുന്നു. എന്റെ സഭയിൽ ഉണർവ് നടക്കും, എന്റെ സഭയിൽ ഉണർവ് നടക്കും,
ഓ മാനുഷികമായിട്ട് ഞാൻ ഒന്നും കാണുന്നില്ലെങ്കിലും, എന്റെ ദൃഷ്ടിയിൽ ഞാൻ ഒന്നും കാണുന്നില്ലെങ്കിലും, I prophesy in the name of Jesus. I prophesy that we will see a mighty revival in our churches. A mighty revival in our churches. കൂട്ടസ്നാനങ്ങൾ യേശുവിൻ നാമത്തിൽ നടക്കട്ടെ. കൂട്ടസ്നാനങ്ങൾ, മാനസാന്തരങ്ങൾ, yes, drug addictions യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. Oh, the spirit of addiction, we arrest you right now in the name of Jesus. യേശുവിന്റെ നാമത്തിൽ addiction സ്പിരിറ്റുകൾ പോട്ടെ out in the name of Jesus. Yes. Uchat. Chudabara Santala Kamanasi. Rokobo Shake Teleme. Ratol Makashmini. Rilbrakatala Prabata. Shintol Makashmini Anta. Barokosi Kodini Prabata. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ കോൺഫറൻസിന്റെ എല്ലാ ഫിനാൻഷ്യൽ നീഡ്സ് യേശുവിൻ നാമത്തിൽ നിറവേറിയിരിക്കാൻ ശ്രമിക്കുന്നു. Let there be no dues, let there be no dues. Yes, യേശുവിൻ നാമത്തിൽ, in the mighty name of Jesus, surplus ആകട്ടെ. Karamasantala Makashia. Shakatala Makas. എൻ്റെ മുമ്പിൽ കുറച്ച് 5 മിനിറ്റ് കൂടി എടുക്കണം. Pastor, 5 more minutes. Thank you, Pastor. I can't see any youngsters here in this place. പക്ഷെ ഞാൻ ആത്മാവിൽ ഇങ്ങനെ ചോദിക്കും, സുവിശേഷ വേലയ്ക്ക് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ മുന്നോട്ട് വന്നാട്ടെ. Yes. Ubaraba Shakatal Barakama Sikodi Turabala Shandarata. Malayalam worship usually youngsters കാണത്തില്ല, പക്ഷേ youngsters are coming. Yes. ഈ തലമുറയിലെ പ്രവാചകന്മാരോട് നിൽക്കുന്നവർ, ഈ തലമുറയിലെ പ്രോഫറ്റ്സിനോട് നിൽക്കുന്നവർ, ആരും മടിച്ചു നിൽക്കരുത്. Yes. This is the time of great harvest. This is a time of great harvest. Yes. The hearts of the fathers are joining to their children. Yes.
This prayer, somebody wants to kneel down and pray. The freedom to പ്രാർത്ഥിക്കാൻ വലിയ താല്പര്യമുണ്ടെങ്കിൽ സമയമൊന്നും നോക്കണ്ട. Praise God. Don't miss it. മഹത്വം ഇറങ്ങുമ്പോൾ അത് നഷ്ടപ്പെടുത്തരുത്. This is the hour to receive it. ഇത് പ്രാപിക്കാനുള്ള സമയമാണ്. ദൈവത്തിന്റെ സാന്നിധ്യം എവിടെയുണ്ട്? ദൈവകൃപയുടെ വ്യാപരിക്കുകയാണ്. സമയമല്ല വിഷയം. നമ്മൾ പണം മുടക്കി നമ്മൾ ഇവിടെ വന്നത് വെറുതെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയല്ല. ദൈവശക്തിയുടെ ഒരു ഇടപെടലിന് വേണ്ടിയാണ്. ഒരു ഇടപെടലിന് വേണ്ടിയാണ്. മുട്ടുമടക്കി ദൈവത്തിന്റെ നിലവിളിക്ക് God is going to visit you. Just pray, please pray. Just pray for them. Hallelujah. Hallelujah. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. Hallelujah. Hallelujah. ആരും കാഴ്ചക്കാരായി നിൽക്കരുത്. Hallelujah. ദൈവസന്നിധി. Hallelujah. Hallelujah. ദൈവത്തിന് Glory Jesus, 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 glory Jesus. God is visiting us. ദൈവം നമ്മളെ സന്ദർശിക്കുകയാണ്. ഇത് സന്ദർശന സമയമാണ്. Glory, 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 glory. ആരെയോളം പോരാ വലിയൊരു ജീവൻ മതിയൊഴുകാൻ മുട്ടോളമല്ല. ആരെയോളം പോരാ വലിയൊരു ജീവൻ മതിയൊഴുകാൻ. ഓ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ് ഇന്നു തുറക്കുന്നതാ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ് ഇന്നു തുറക്കുന്നതാ. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാ. പെന്തക്കോസ്തു നാളിൽ പിന്മഴ പരമപിതാവേ പിന്മഴ നൽകാ. മുട്ടോളമല്ല അരയോളം പോരാ വലിയൊരു ജീവ മതിയൊഴുകാൻ. മുട്ടോളമല്ല അരയോളം പോരാ വലിയൊരു ജീവ നദിയൊഴുകാൻ. ഓ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ് ഇന്നു തുറക്കുന്നതാ. ഓ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ് ഇന്നു തുറക്കുന്നതാ. പെന്തക്കോസ്തു നാളിൽ പിന്മഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാ. പെന്തക്കോസ്തു നാളിൽ പിന്മഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാ. മുൻമഴ നൽകേണം, മാലിന്യം മാറേണം, നിൻ ജനമുണർന്നു വേല ചെയ്യുവാനോ.
നിഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ പെന്തക്കോസ്തു നാളിൽ പിന്മഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തു നാളിൽ പിന്മഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. സൈന്യത്താല് അല്ല ശക്തിയാല് അല്ല ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. സൈന്യത്താല് അല്ല ശക്തിയാല് അല്ല ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. ഓ ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം. പെന്തക്കോസ്തു നാളിൽ പൊന്മഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തു നാളിൽ പിന്മഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിക്കാൻ. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ചൈതന്യം നൽകേണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാം. ഓ ചൈതന്യം നൽകേണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാം. പെന്തക്കോസ്തു നാളിൽ പൊന്മഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തു നാളിൽ പിന്മഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. ഒട്ടോളമല്ല അരയോളം പോരാ വലിയൊരു ജീവ നദിയൊഴുകാം. ഓ ഒട്ടോളമല്ല അരയോളം പോരാ വലിയൊരു ജീവ നദിയൊഴുകാം. ഓ നിന്നിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവയുന്നു തുറന്നതാ. നിന്നിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവയുന്നു തുറക്കുന്നതാ. ഓ നിന്നിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവയുന്നു തുറക്കുന്നതാ. ഓ നിന്നിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവയുന്നു തുറക്കുന്നതാ. അവൻ നിന്നിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവയുന്നു തുറക്കുന്നതാ. ഓ നിന്നിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവയുന്നു തുറക്കുന്ന. അവൻ നിന്നിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവയുന്നു തുറക്കുന്നതാ. അവൻ നിന്നിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ. ഹല്ലേലൂയ. നിന്നിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവയുന്നു തുറക്കുന്നതാ. അവൻ കുത്തോളമല്ല അരയോളം പോരാ വലിയൊരു ജീവ നദിയൊഴുകാം. കുത്തോളമല്ല അരയോളം പോരാ വലിയൊരു ജീവ നദിയൊഴുകാം. ഓ നിന്നിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവയുന്നു തുറക്കുന്നതാ. അവൻ നിന്നിട്ടല്ലാതെ കടപ്പാൻ. ഓ ഹല്ലേലൂയ. Oh, hallelujah. Thank you for the great power in our midst, Lord. Send the Holy Spirit. Thank you for being in our midst, filling us, strengthening us, reviving us, making us bold and brave. Oh, hallelujah. 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 Thank you, Jesus. പരിശുദ്ധ പിതാവേ, അവിടുത്തെ വലിയ സ്നേഹത്തിനായി സ്തോത്രം. ഈ ഉച്ച കഴിഞ്ഞ സമയത്ത്
അളവ് കൂടാതെ ഞങ്ങൾക്ക് വേണ്ടി ആത്മാവിനെ പകർന്നതിനായി സ്തോത്രം. നിന്റെ ജനത്തോട് മനസ്സലിഞ്ഞതിനായി സ്തോത്രം. അവിടുത്തെ വൃത്തിനെ എടുത്ത് ഉപയോഗിച്ചതിനായി സ്തോത്രം. ആത്മാവിന്റെ നിറവിൽ ശുശ്രൂഷിപ്പാൻ ഹല്ലേലൂയ ദാസനെ അവിടുന്ന് ഉപയോഗിച്ചല്ലോ. ഹല്ലേലൂയ പട്ടണം കർത്താവേ ഹല്ലേലൂയ വഴിതുപോലെ ആത്മാവുകൾ ഇറങ്ങുന്ന ഒരനുഭവം പട്ടണത്തിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ വലിയ വിപ്ലവകരമായ ഒരു മാറ്റം പട്ടണത്തിൽ സംഭവിക്കട്ടെ. കർത്താവേ നിന്റെ ദാസൻ പ്രാർത്ഥിച്ചതുപോലെ ആമേൻ സ്തോത്രം പ്രവചിച്ചതുപോലെ സഭകൾ നിറയട്ടെ. അഭിഷേക സഭകൾ വളർന്നു വരട്ടെ. ആമേൻ കർത്താവേ നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കട്ടെ. നിന്റെ ജനം നിന്നിൽ ബലപ്പെടട്ടെ. അവിടുന്നാണ് ഞങ്ങളുടെ ശക്തി, അവിടുന്നാണ് ഞങ്ങളുടെ സമാധാനം, അവിടുന്നാണ് ഞങ്ങളുടെ സന്തോഷം, അവിടുന്നാണ് ഞങ്ങളുടെ സൗഖ്യം, അവിടുന്നാണ് ഞങ്ങളുടെ വിടുതൽ, അവിടുന്നാണ് ഞങ്ങൾക്ക് സകലതുമായി ഉള്ളത്. അത് ഈ സന്ധ്യാവേളയിൽ ഞങ്ങൾ we acknowledge that in one accord and we declare that you are our God, you are our Savior, you are our Master, you are our joy, you are our faithful friend, you are everything to us. കർത്താവേ ഹല്ലേലൂയ ഈ ബലത്തോടെ ഞങ്ങൾ ഇവിടെ എഴുന്നേൽക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകൾ അനുഗ്രഹമായി തീരട്ടെ. നേതൃത്വം കൊടുക്കുന്ന കർത്തദാസന്മാരെ ബലപ്പെടുത്തിയിരിക്കുന്നതിനായി സ്തോത്രം. നിന്റെ ജനത്തിന്മേലെല്ലാം ഈ ഹോളില് ഈ ഹോട്ടൽ മുറിയിലുള്ള കർത്താവെ ഗസ്റ്റായിട്ട് താമസിക്കുന്നവരിൽ പോലും ഈ ഒരു അഭിഷേകം ഇപ്പോൾ പകർന്നുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. കർത്താവ് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിച്ചതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവേ നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി കരങ്ങൾ ഉയർത്തി വീണ്ടും സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും കടന്നു വന്ന നിന്റെ ജനത്തിന്മേലും ശുശ്രൂഷിച്ച കർത്തദാസന്മാരുടെ മേലും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.